നഗരത്തിലെ പ്രധാന ഹോസ്പിറ്റലിൽ 4-ാം നിലയിൽ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് മീരയും സുനിതയുമായിരുന്നു. ICUവും സ്പെഷ്യൽ റൂമുകളും നോക്കേണ്ട ചുമതല അവർക്കായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ ആകെ ശാന്തമായി. വെന്റിലേറ്ററുകളുടെയും മോണിറ്ററുകളുടെയും നേർത്ത ബീപ്പ് ശബ്ദം കേൾക്കാം. ഇരുവരും നഴ്സിംഗ് സ്റ്റേഷനിൽ ചാർട്ട് നോക്കുന്ന തിരക്കിലായിരുന്നു. മീര അല്പം മാറി CCTV മോണിറ്ററിലേക്ക് വെറുതെ ഒന്ന് നോക്കി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ജനാലയ്ക്കൽ തട്ടുന്ന മഴത്തുള്ളികളുടെ ശബ്ദം ആ നിശബ്ദതയെ കൂടുതൽ ഭയാനകമാക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മീരയുടെ ശ്രദ്ധ ആ കാഴ്ചയിൽ ഉടക്കിയത്. 4-ാം നമ്പർ റൂം. അവിടെയാണ് മാധവൻ എന്ന പേഷ്യന്റ് കിടക്കുന്നത്. മാസങ്ങളായി അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ജീവൻ നിലനിർത്തുന്ന ഒരാൾ. ആ മുറിയുടെ വാതിൽ പതുക്കെ തുറക്കുന്നത് CCTV മോണിറ്ററിൽ തെളിഞ്ഞു. പിന്നാലെ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുന്നു. സുനിതേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. മീരയുടെ ശബ്ദം ഇടറി. സുനിത മോണിറ്ററിലേക്ക് നോക്കി. ആ രൂപം വളരെ പതുക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അയാളുടെ മുഖം വ്യക്തമല്ല. ഇത് മാധവൻ സാറാണോ? അല്ല, അതെങ്ങനെ ശരിയാകും? സുനിത അത്ഭുതപ്പെട്ടു. രണ്ടുപേരും ഒട്ടും വൈകിയില്ല. കയ്യിലുണ്ടായിരുന്ന ടോർച്ചും എടുത്ത് അവർ വേഗത്തിൽ 4-ാം നമ്പർ മുറിയിലേക്ക് ഓടി. മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്തേക്ക് കയറിയ അവർ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാത്തതായിരുന്നു. മാധവൻ തന്റെ കട്ടിലിൽ പഴയതുപോലെ തന്നെ കിടക്കുന്നു. വെന്റിലേറ്റർ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. മീരെ, നമ്മൾ കണ്ടത് പിന്നെ ആരെയാ? സുനിതയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മീര ജനാലയ്ക്കൽ പോയി താഴേക്ക് നോക്കി. താഴെ മഴ നനഞ്ഞു നിൽക്കുന്ന ഒരാളെ അവൾ കണ്ടു. CCTVയിൽ കണ്ട അതേ രൂപം. അയാൾ മെല്ലെ തലയുയർത്തി മുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു നന്ദി പ്രകാശിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നിൽ മോണിറ്ററിൽ നിന്നും ഒരു നീണ്ട ശബ്ദം കേട്ടു. BP. മാധവന്റെ ഹൃദയമിടിപ്പ് നിലച്ചിരിക്കുന്നു. ഡോക്ടർമാർ ഓടിയെത്തി പരിശോധിച്ചെങ്കിലും അയാൾ എന്നേക്കുമായി യാത്രയായി കഴിഞ്ഞു എന്ന് അവർ സ്ഥിരീകരിച്ചു. മീര വീണ്ടും ആ പഴയ CCTV ദൃശ്യങ്ങൾ ബാക്ക് അടിച്ചു നോക്കി. റൂമിൽ നിന്ന് ആ രൂപം ഇറങ്ങിയ അതേ സെക്കൻഡിൽ തന്നെയാണ് ബെഡിൽ കിടക്കുന്ന മാധവന്റെ മോണിറ്ററിലെ ലൈൻ ഫ്ലാറ്റായത്. അതൊരു രോഗിയായിരുന്നില്ല. ശരീരം വെടിയുന്നതിന് മുൻപ് ആ തടവറയിൽ നിന്ന് മുക്തി നേടിയ ഒരു ആത്മാവിന്റെ അവസാനത്തെ നടത്തമായിരുന്നു അത്. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.